കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ CBI അന്വേഷണത്തിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളി. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനും INTUC പ്രസിഡന്റുമായ R ചന്ദ്രശേഖരൻ നൽകിയ ഹർജിയാണ് തള്ളിയത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD K രതീഷിന്റെ ഹർജിയും തള്ളി. S നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി. നന്ദഗോപൻ, എന്ത് കാരണത്താൽ ഹർജി തള്ളുന്നുവെന്നാണ് കോടതി വ്യക്തമാക്കിയത്? വീണ, കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ INTUC സംസ്ഥാന പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ R ചന്ദ്രശേഖരന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും കനത്ത പ്രഹരമാണ് ഇപ്പോൾ ഏറ്റിരിക്കുന്നത്. അഴിമതി കേസിൽ CBI അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. മാത്രമല്ല, കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച സംസ്ഥാന സർക്കാരിനും സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. കേസിൽ ക്രിമിനൽ നടപടി പ്രോസിക്യൂഷന് അനുമതി ആവശ്യമില്ലെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനും INTUC പ്രസിഡന്റുമായ R ചന്ദ്രശേഖരനും അതേപോലെ തന്നെ മുൻ MD K രതീഷുമാണ് സുപ്രീം കോടതിയിൽ കേസ് ഹർജി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്തത്. ജസ്റ്റിസുമാരായ ദീപാകർ ദത്ത അതേപോലെ തന്നെ PK മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇരുവർക്കുമെതിരെയുള്ള ഹർജി ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിച്ചത്. പ്രധാനമായും സുപ്രീം കോടതിയുടെ നിരീക്ഷണം, അതായത് നേരത്തെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസ് തള്ളിയിരുന്നു. അതായത് കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുവരും ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു. എന്നാൽ അവിടെ അവർക്ക് തിരിച്ചടിയായിരുന്നു നേരിട്ടത്. അതായത് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് CBIക്ക് വ്യക്തമായ തെളിവുകൾ നൽകാൻ കഴിയുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ നടപടി സംസ്ഥാന സർക്കാർ നിഷേധിച്ചിരുന്നു. എന്നാൽ ഈ പ്രോസിക്യൂഷൻ നടപടി റദ്ദാക്കിക്കൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിനാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും തിരിച്ചടി നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ CBI അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഹൈക്കോടതി സമ്മതിച്ചതിനെ തുടർന്ന്, അല്ലെങ്കിൽ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുവാൻ നിർദ്ദേശത്തിനെ തുടർന്നാണ് ഇപ്പോൾ ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും കനത്ത പ്രഹരം ഏറ്റിരിക്കുന്നത്. 2005 മുതൽ 2015 വരെ കശുവണ്ടി വികസന കോർപ്പറേഷൻ MD ആയിരുന്ന രതീഷും അതേപോലെ തന്നെ 2012 മുതൽ 2015 വരെ ചെയർമാനായിരുന്ന R ചന്ദ്രശേഖരനും ഗൂഢാലോചന നടത്തി എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് കശുവണ്ടി ഇറക്കുമതി ചെയ്യുകയും അതുവഴി കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കുകയും ചെയ്തു എന്നായിരുന്നു CBI കണ്ടെത്തിയത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതായത് CBIക്ക് ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാർ അന്ന് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഇതിൽ സുപ്രീം കോടതിയിൽ, അതായത് ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ നിലവിൽ 197 ചട്ടം അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നേരിട്ട് ബന്ധമില്ലാത്ത ജോലി ചെയ്യുന്നവർക്ക് ഇത്തരം പ്രോസിക്യൂഷൻ നടപടികൾക്ക് തടസ്സമില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ഹൈക്കോടതിയിൽ നിന്നും കനത്ത പ്രഹരമായിരുന്നു അന്ന് സംസ്ഥാന സർക്കാരിനേറ്റത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും സമാനമായ തിരിച്ചടി തന്നെ സംസ്ഥാന സർക്കാരിനും നേരിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ R ചന്ദ്രശേഖരനെ സഹായിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ സ്വീകരിച്ച നടപടികൾ CPM-നുള്ളിൽ പോലും വലിയ വിവാദമായി എന്നുള്ളതാണ്. ഇത്തരം വ്യക്തമായ തെളിവുകൾ നിൽക്കുമ്പോൾ അതിന് തെളിവില്ല എന്നും ഈ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കണ്ട എന്നും സംസ്ഥാന സർക്കാർ CBIക്ക് നൽകിയ നിർദ്ദേശം, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികൾ റദ്ദാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഇറക്കിയ ഉത്തരവ്, അത് CPM-ൽ വലിയ ചർച്ചയായതാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശരി, നന്ദി.